വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി നിർമ്മിച്ച ടൗൺഷിപ്പ് നാടിന് സമർപ്പിച്ച പരിപാടിയിൽ സ്ഥലം എംഎൽഎ ആയ ടി സിദ്ദിഖിനെ കൂക്കി വിളിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. ഒരു തരത്തിലും രാഷ്ട്രീയം കടന്നുവരാൻ പാടില്ലാത്ത പരിപാടിയിൽ കോൺഗ്രസ് എംഎൽഎ ആയ ടി സിദ്ദിഖിനെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത വിധം ഒരു വിഭാഗം ആളുകൾ കൂക്കി വിളിച്ചതിൽ ദുരിതബാധിതർ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ അമർഷവും നിരാശയും പങ്കുവച്ചു. ദുരിതബാധിതർ പലരും സിദ്ദിഖ് എംഎൽഎയെ ആശ്വസിപ്പിക്കാൻ രംഗത്തു വന്നതും കൂക്കി വിളിച്ചവർക്ക് തിരിച്ചടിയായി. തങ്ങൾക്കൊപ്പം നിന്നവരെ തിരിച്ചറിയാമെന്നായിരുന്നു അവരുടെ വാക്കുകൾ. സഖാക്കൾ അവഹേളിച്ചപ്പോൾ അവർ സ്നേഹത്തോടെ സിദ്ദിഖിനെ ചേർത്ത് നിർത്തി. ഞങ്ങൾക്കറിയാമല്ലോ എന്നായിരുന്നു സിദ്ദിഖിനോട് പറഞ്ഞത്. വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി ദുരന്തമുണ്ടായപ്പോൾ ആദ്യം അവിടെ ഓടിയെത്തിയ രാഷ്ട്രീയക്കാരിൽ ഒരാൾ സ്ഥലം എംഎൽഎ ആയിരുന്ന ടി സിദ്ദിഖായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ രാത്രിയിൽ വിളിച്ച് ദുരന്തം അറിയിച്ചതും സിദ്ദിഖായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവിടെ ഓരോ ഘട്ടത്തിലും ദുരിതബാധിതരുടെ ആവശ്യങ്ങൾക്കായി ഒപ്പം നിന്നു. പല സംഘടനകളുമായി സഹകരിച്ച് സഹായങ്ങൾ എത്തിക്കാൻ അവർക്കൊപ്പം നിന്നു. ഇത്രയും ജനകീയമായി ഇടപെട്ട എംഎൽഎയെ തെരഞ്ഞെടുപ്പിന് മുൻപ് മോശക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം നടത്തിയതെന്ന ആക്ഷേപം ശക്തമാണ്. സ്വാഗത പ്രസംഗത്തിൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് എംഎൽഎയുടെ പേര് പരാമർശിച്ചപ്പോഴും പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും സദസ്സിൽ നിന്ന് ഒരു വിഭാഗം നിർത്താതെ കൂകി വിളിച്ചു. സദസ്സിന്റെ മുൻനിരയിലുണ്ടായിരുന്ന പ്രാദേശിക CPM നേതാക്കൾ സദസ്സിലേക്ക് ഇറങ്ങി കൂവൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല.